ജീവിതം ഒരു ഉത്സവമാണ്. തിന്നും കുടിച്ചും പട്ടുവസ്ത്രങ്ങളും ധരിച്ച് പ്രണയഗാനങ്ങളും പാടി ആഘോഷിക്കേണ്ടതൊന്ന്. പക്ഷെ ഫ്രാൻസിസ് എൻ്റെ അപ്പ പറഞ്ഞ് ഇതല്ല ജീവിതമെന്ന്. ആഘോഷങ്ങളൊക്കെ അവസാനിക്കും, എന്നാലും തീർന്നു പോകാത്ത സന്തോഷങ്ങൾക്കപ്പുറം കാത്തിരിക്കുന്ന ഒരു സ്വർഗമുണ്ടെന്ന്. സുഹൃത്തെ, സ്വർഗം അതെത്ര ഉയരത്തിലാണ്, ഭൂമിയോ വളരെ അടുത്ത്. നോക്കൂ, നമ്മുടെ കാൽ ചുവട്ടിലുള്ള ഭൂമി പോരാ നമുക്ക്. എനിക്കത് മതി, ഈ സന്തോഷം, ഈ സുഖം. വരൂ, നമുക്ക് പാട്ടുപാടി നൃത്തം ചെയ്യാം. ബെർണാർഡിനോയുടെ മകൻ ഫ്രാൻസിസ്, നീ എവിടെയാണ്? നിനക്ക് എന്ത് പറ്റി? ഫ്രാൻസിസ്, നിനക്ക് എന്ത് പറ്റി? നിനക്ക് വല്ലതും ദർശനം ഉണ്ടായോ? നീ ദൈവത്തെ കണ്ടോ? കണ്ടു. നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? നിന്റെ ദേഹം വിറയ്ക്കുന്നത് കണ്ട്. ശരീരം ഇങ്ങനെ വിറയ്ക്കുമെങ്കിൽ മുമ്പിൽ ദൈവത്തെയോ സിംഹത്തെയോ കാണണം. ഞാൻ ദൈവത്തെ കണ്ടില്ല, പക്ഷെ അവിടുത്തെ സ്വരം കേട്ടു. ഫ്രാൻസിസ്, തുടരരുത്. ആ സ്വരം എനിക്ക് ചുറ്റും മുഴങ്ങുന്നു. നീ എൻ്റെ പള്ളി പണയുക, സഭയെ താങ്ങി നിർത്തുക, നമ്മുടെ കർത്താവിൻ്റെ കബറിടം വീണ്ടെടുക്കുക. പള്ളി പണയുക, സഭയെ താങ്ങുക. പള്ളി പണയുക, സഭയെ താങ്ങുക. ഫ്രാൻസിസ്, നിങ്ങളുടെ ഉള്ളിലെ പ്രേമഗായകന് എന്ത് സംഭവിച്ചു? എന്താണ് ഈ മാറ്റത്തിന് കാരണം? ക്ലാര, എൻ്റെ ഉള്ളിലെ ഗായകൻ ഇരട്ടി ഈണത്തിൽ പാടുന്നുണ്ട് എപ്പോഴും. പക്ഷേ അത് സ്വർഗത്തെക്കുറിച്ചാണെന്ന് മാത്രം. ഫ്രാൻസിസ്, നിങ്ങളുടെ കണ്ണുകളിലെ പ്രകാശം ഞാൻ കാണുന്നു. എങ്ങനെയാണ് ഈ അഗ്നി നിങ്ങളെ വിഴുങ്ങിയത്? നിർത്തണ, വാടാ എൻ്റെ കൂടെ. എങ്ങോട്ട്? വീട്ടിലേക്ക്. ഇല്ല, ഞാൻ വരുന്നില്ല. നിന്നെ ഞാൻ കൊണ്ടുപോകും. വരൂ ചേച്ചി, നമുക്ക് പോകാം ഇവിടുന്ന്. വാ, ഞാൻ നിന്റെ അപ്പനാണെങ്കിൽ എൻ്റെ കൂടെ വാ. ബെർണാർഡിനോ, നിങ്ങൾക്ക് ലജ്ജയില്ലേ തെരുവിൽ കിടന്നിങ്ങനെ കലഹിക്കാൻ?
മകനുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഇങ്ങനെയാണോ പരിഹാരം കാണുക? ഇവൻ എന്റെ പേര് നശിപ്പിച്ചു. കടയിലെ തുണികൾ തെരുവിൽ വിതരണം ചെയ്തു. ഞാനുണ്ടാക്കിയ സമ്പത്തുകൾ പാവങ്ങളുടേതാണത്രേ. സാന്റമിയോനയിൽ തകർന്നു കിടക്കുന്ന പള്ളി പണിയാൻ കർത്താവ് ആവശ്യപ്പെട്ടത്രേ. അതിനുവേണ്ടി പേരും പെരുമയുള്ള എന്റെ മകൻ വഴിനീളം നടന്ന് തെണ്ടുന്നു. ഒരു കല്ലിന് ഒരു അനുഗ്രഹം കിട്ടുമത്രേ. ഇവനെ ഞാൻ കൊല്ലും. ഞാൻ ഇവന്റെ അപ്പനല്ലേ തിരുമേനി. എനിക്ക് വേണ്ട ഇങ്ങനെ ഒരു മകനെ. ഫ്രാൻസിസ്, നിനക്കെന്താണ് പറയാനുള്ളത്? തിരുമേനി, ഈ ഉടുപ്പ് ഇദ്ദേഹത്തിൻ്റെതാ. ഞാനിതാ തിരികെ കൊടുക്കുന്നു. ഇതുവരെ ഈ നിൽക്കുന്ന പിയത്ര ബർണാർഡിനോ ഞാൻ പിതാവെന്ന് വിളിച്ചു. ഇന്നു മുതൽ സ്വർഗസ്ഥനായ ദൈവമാണ് എൻ്റെ പിതാവ്. ലോകവുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കുകയാണ് ഞാൻ. എനിക്ക് സ്വർഗത്തിലേക്ക് മടങ്ങാൻ ധൃതിയായി. ആ തോട്ടക്കാരന്റെ വസ്ത്രം കൊണ്ടുവരിക. ഇതാണ് ദൈവത്തെ കാണാനുള്ള ശരിയായ മാർഗം തിരുമേനി. നേരം പുലരും മുമ്പേ തുടങ്ങിയ നടത്തമാണ്. ഞാൻ മടുത്തു പിതാവേ. അതാ ദൂരെ ഒരു പട്ടണം കാണുന്നു. അത് രാവണ തന്നെയായിരിക്കും. നിങ്ങളത് കേൾക്കുന്നുണ്ടോ ലിയോ? എന്ത്? ഒരു സ്വരം, മണി കിളുങ്ങുന്ന സ്വരം. ശരിയാണ്, കുഷ്ഠരോഗികളാണത്. അവരിങ്ങോട്ടാണ് വരുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെടാം. എങ്ങോട്ട് പോകാൻ? ദൈവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആർക്ക് കഴിയും ലിയോ? എന്റെ കർത്താവേ! നോക്കൂ ബ്രദർ ഫ്രാൻസിസ്, ക്ലാര വന്നിരിക്കുന്നു. വേണ്ട, എനിക്ക് അവളെ കാണണ്ട. ഫ്രാൻസിസ്, എന്നോട് കരുണ കാണിക്കണം. എന്നെ ഒന്ന് നോക്കൂ. നീ ശരിക്കും ക്ലാരയാണെങ്കിൽ, ഫെവറീനോ പ്രഭയുടെ മകളാണെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുകയും ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ മടങ്ങിപ്പോകുക. ഫാദർ ഫ്രാൻസിസ്, ഞാൻ അങ്ങേ നോക്കുന്നില്ല. അങ്ങ് എന്നെയും നോക്കണ്ട. ഞാൻ പറയുന്നത് ഒന്ന് കേട്ടാൽ മാത്രം മതി. പറയൂ. അങ്ങ് ഓർക്കുന്നുണ്ടോ, പണ്ട് ചെരുപ്പിടാതെ കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് അസീസിയുടെ തെരുവിലൂടെ അങ്ങ് അലഞ്ഞു നടന്നത്? അന്ന് തുടങ്ങിയതാണ് എൻ്റെ ആത്മാവിൽ ഈ വിപ്ലവം. ഈ ശോഷിച്ച ശരീരത്തിൽ നിന്ന് പുറത്തു കിടക്കാൻ അന്ന് ആരംഭിച്ചതാണ് എൻ്റെ ആത്മാവിൻ്റെ വെമ്പൽ. അങ്ങയെപ്പോലെ നിഷ്പാതുകയായി സന്യാസവേഷം ധരിച്ചാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എനിക്ക് മനുഷ്യരുടെ ലോകത്തിലെ വാസം മതിയായി. എല്ലാം ഉപേക്ഷിച്ചാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. എനിക്കിനി ദൈവത്തിൻ്റെ മാത്രമാവണം. അരുതെന്ന് അങ്ങ് പറയരുത്. അങ്ങനെ സഹായിക്കില്ലേ? ക്ലാര, നീ മടങ്ങിപ്പോകൂ. നിന്റെ മാതാപിതാക്കൾ തേടി വരും മുമ്പേ. മഹാസമ്പന്നയായ ഫെവറിയോയുടെ പുത്രിക്ക് നഗ്ന പാതയായി നടക്കാൻ കഴിയുമോ? വിശപ്പ് അനുഭവിക്കാൻ കഴിയുമോ? കഴിയും, എനിക്ക് കഴിയും.
ദാരിദ്ര്യത്തിൻ്റെയും പരിഹാസത്തിൻ്റെയും കഠോരമായ ധാരാളിത്തം സഹിക്കാൻ എനിക്ക് കഴിയും പിതാവേ. അങ്ങ് ദയവായി എന്നെ ക്രിസ്തുവിൻ്റെതായി സ്വീകരിക്കുക. ക്ലാര എന്നാൽ പ്രകാശമാണ് എന്നർത്ഥം. കുഞ്ഞെ, നീ ലോകത്തിന്റെ പ്രകാശമാകുക, ഭൂമിക്ക് ആശ്വാസവും. എൻ്റെ മോനെ, എൻ്റെ പിതാവേ, നിന്നെ എങ്ങനെയാണ് വിളിക്കേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് നിനക്ക് തന്ന 5 തിരുമുറിവുകളിലും ഞാൻ ചുംബിക്കും. കുഞ്ഞെ, നിന്നെ മടിയിൽ കിടത്തി പാല് കുടിപ്പിച്ചത് ഓർമ്മയുണ്ടെങ്കിൽ ഈ അമ്മ ഇപ്പോൾ പറയുന്നത് നീ നിരസിക്കരുത്. എല്ലാം ഓർമ്മയുണ്ട് അമ്മേ. ഈ ഓർമ്മകൾ കൊണ്ടേ ഞാൻ ദൈവസന്നിധിയിലേക്ക് പോകും. എൻ്റെ അമ്മയ്ക്ക് എന്താണ് വേണ്ടത് പറയൂ. നീ എൻ്റെ മുടി മുറിക്കണം, എനിക്കും സന്യാസിനിയാവണം, സിസ്റ്റർ പിക്ക എന്ന് ഞാൻ വിളിക്കപ്പെടണം. ഭാരിച്ച വസ്തുക്കളെല്ലാം അമ്മ എന്ത് ചെയ്തു? പാവപ്പെട്ടവർക്ക് പങ്കുവച്ചോ? ദാരിദ്ര്യത്തെ സ്വീകരിച്ചോ? ബംഗ്ലാവും മണിമന്ദിരങ്ങളും ആശ്വാസത്തോടെ ഉപേക്ഷിച്ചു? എല്ലാം ഉപേക്ഷിച്ചു മോനെ, ബ്രദർ ഫ്രാൻസിസ്. എന്നാൽ അമ്മയ്ക്ക്, അല്ല സിസ്റ്റർ പിക്കായിക്ക് എൻ്റെ ആശീർവാദം. ക്രിസ്തുവിൻ്റെ മണവാട്ടി, നിനക്ക് വന്ദനം. Sun, the bringer of day, he carries the light of the Lord in his rays. The moon and the stars light up the way unto your throne. The heavens are telling the glory of God, and all creation is shouting for joy. Come dance in the forest, come play in the field, and sing to the glory of the Lord. Praise for the wind that blows through the trees, the sea's mighty storms, the gentlest breeze. They blow where they will,